അടുത്ത കാലത്ത് ഞങ്ങളുടെ വാട്സപ്പ് ചാനൽ ഒരു പോൾ ഇട്ടു. ഒരു സിമ്പിൾ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ അതിലുള്ളൂ. ശരിക്കും ഇതിന്റെ ഉത്തരം 120 ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ഞെട്ടിച്ചൊരു കാര്യം, ഇതിൽ പകുതിയിലധികം പേരും തെറ്റായിട്ടാണ് മാർക്ക് ചെയ്ത് ആൻസർ. അതായത് 120 എല്ലാവരും മാർക്ക് ചെയ്ത്. അതായത് കേരളത്തിലുള്ള നല്ലൊരു കുട്ടികൾക്കും സിമ്പിൾ അല്ലെങ്കിൽ ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് കൂട്ടാന് കുറയ്ക്കാന് ബോർഡ് മാസ് 1/0.1 1/2/3/4 ഇതെങ്ങനെ ചെയ്യാന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു അറിയോ, ഈ ഓണം എക്സാം കഴിഞ്ഞ സമയത്ത് എജുപോർട്ടിന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലുള്ള കുട്ടികൾക്ക് ഒരു ഫോം കൊടുത്തു. അതായത് മക്കളുടെ ഫോം കൊടുത്തിട്ട് മക്കളുടെ പ്രശ്നങ്ങൾ ആദ്യം അറിയണം. നമ്മൾ ഒരു സ്ഥലത്ത് പഠിക്കുന്ന സമയത്ത് ഇവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞാലല്ലേ നമുക്ക് അതിന് പരിഹാരം കാണാൻ പറ്റുള്ളൂ. സോ നമ്മൾ അവർക്കൊരു ഫോം കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞത്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ എക്സാം എഴുതിയ സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ നേരിട്ടത്, ഇതൊന്നും നിങ്ങൾ പറഞ്ഞു തരുമെന്ന് വെച്ച് കൊടുത്ത സമയത്ത് അതിൽ പല കാര്യങ്ങളും കോമൺ ആയിരുന്നു. അതാണ് സത്യം. അതായത് ഇതിൽ ചില കുട്ടികൾ എന്താ പറഞ്ഞത്, അവർ പറഞ്ഞു സാറേ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ മനസ്സിലാവും, ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ വേറെ കുറെ ഫുള്ള് കത്തും, പക്ഷെ എക്സാമിന് ചോദ്യം വരുന്ന സമയത്ത് ഇതന്നെയായിരുന്നു അതന്നെയായിരുന്നു ഇത് എന്നുള്ളൊരു ടൈപ്പ് കൺഫ്യൂഷൻ വരും. രണ്ടാമത് ചില ആൾക്കാരുടെ പ്രശ്നം അറിയോ, ഇക്വേഷൻസ് ഒക്കെ അവർ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ പ്രോബ്ലം ചെയ്യാൻ കഴിയുന്നില്ല. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ എവിടുന്നോ ഒട്ടേച്ച് പോവാണ്, എവിടുന്നോ അവർക്ക് പറ്റണില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 1/0.1 അല്ലെങ്കിൽ 1/2/3/4 ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പം അവർക്ക് അങ്ങോട്ട് തെറ്റിപ്പോവാണ്. ചില ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് മനസ്സിലാവുന്നില്ല, അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ ചിലപ്പം ചില ആൾക്കാർ മനസ്സിലാവുന്നില്ല, അങ്ങനെയുള്ളൊക്കെ കംപ്ലൈൻറ്റുകൾ പറയുന്നുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം വേണം. എജുപോർട്ടിന് ആദ്യം ഒരു ധാരണ ഉണ്ട്, ഞങ്ങൾക്ക് എന്തായാലും വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ബാച്ചിൽ പഠിക്കുന്ന ഒരു കുട്ടികളും എല്ലാം അറിഞ്ഞ് എല്ലാം തികഞ്ഞു വന്നവരല്ല. അതുകൊണ്ട് തന്നെ ഓണം എക്സാമിനേഷൻ എജുപോർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കിഡിലൻ ഫീച്ചറാണ് സബ്ജക്റ്റ് വൈസ് ക്ലബ്ബ്. ഇതെന്താ നിങ്ങൾ വെറുതെ ഒന്ന് മനസ്സിലാക്കണം. ഈ സബ്ജക്റ്റ് വൈസ് ക്ലബ്ബിൽ ഏതെങ്കിലും ഒരുത്തൻ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവനെ ഫ്രം ദി സ്ക്രാച്ച് അവൻ ഏറ്റവും ചെറിയ ലെവലിൽ നിന്ന് ഏറ്റവും ഉയർന്ന ലെവലിലേക്ക് ഞങ്ങൾ എത്തിക്കും. ഇപ്പം ചില ആൾക്കാർക്ക് മാത്സ് ആണെങ്കിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാവുക. മാത്സിൽ ചില ആൾക്കാർക്കുള്ള പ്രശ്നം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്ന് ഇരിക്കുക, ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, ആ റെക്റ്റാങ്കിളിന്റെ ലെങ്ത്തിനേക്കാൾ ഒരു 1 സെന്റിമീറ്റർ കൂടുതലാണ് അതിന്റെ ബ്രെഡ്ത്ത്. സോ ലെങ്ത്ത് നീളത്തിനേക്കാൾ 1 സെന്റിമീറ്റർ കൂടുതലാണ് അതിന്റെ വീതി. അതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ഒരു 21 സെന്റിമീറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ 21 സെന്റിമീറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ 20 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ലെങ്ത് എത്ര, ബ്രെഡ്ത്ത് എത്ര? ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുമ്പം ഓ മൈ ഗോഡ്, ഇതിപ്പോൾ എങ്ങനെ ചെയ്യുക, ഇതിപ്പോൾ എങ്ങനെ ഇക്വേഷൻ ആക്കി മാറ്റുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആവും. സോ ലിങ്കിങ് ഒന്നും കിട്ടാത്തൊരവസ്ഥ വരും. സോ അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് സാധനങ്ങളും നമ്മളെ ക്ലബ്ബിൽ ഡിസ്കസ് ചെയ്യും, ഏറ്റവും ബേസ് മുതൽ ഏറ്റവും ടോപ്പ് വരെ. ഇതൊക്കെ ശരിക്കും ഒരു നോർമൽ ക്ലാസ്സിൽ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഒരു നോർമൽ ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് ഇടയിൽ കൂടെ അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണികൾ, ഈ ഹെഡിങ് പറഞ്ഞതിൻ്റെ കൂടെ വാ നമുക്കിനി കുറച്ച് അത് പഠിക്കാം എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ? പറ്റൂല. സോ അതിനു വേണ്ടി നമ്മളൊരു ക്ലബ്ബ് അങ്ങനെ ഉണ്ടാക്കി. അത് മാത്സിന് മാത്രമാണോ? അല്ല, എല്ലാ വിഷയത്തിനും. നിങ്ങൾ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, എല്ലാ വിഷയത്തിനും ക്ലബ്ബ് ഉണ്ട്. ഈ ക്ലബ്ബിൽ നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ ലെവൽ മുതൽ ഏറ്റവും ഹൈ ലെവൽ വരെ അതിലുണ്ടാവും. ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിൽ ഗ്രാമറിനെ പറ്റി പഠിക്കും, ഡിസ്കോഴ്സിനെ പറ്റി പഠിക്കും, അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതിനെ പറ്റി പഠിക്കും. ഇപ്പം അടുത്തൊരു കാലത്ത് നമുക്കറിയാം, ആ ലൂണാർ എക്ലിപ്സ്, ചന്ദ്രഗ്രഹണം വന്ന സമയത്ത് നമ്മൾ അതിനെ പറ്റിയും കൊടുത്തു. സോ നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും. ഇനി A+ ലെവൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ A+ ലെവൽ ക്വസ്റ്റ്യൻസ്. ചില ആൾക്കാർ പറയും സാറേ എനിക്ക് ബേസ് ഒക്കെ റെഡിയാണ്, ഫുള്ള് സെറ്റാണ്, എനിക്ക് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരേണ്ടത്. ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് അവിടെ ഡിസ്കസ് ചെയ്യും. സോ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ എക്സ്പേർട്ട് ആക്കാൻ വേണ്ടത് അതൊക്കെ നമ്മളവിടെ കൊടുക്കും. സോ ഇതൊക്കെ കിട്ടുന്ന ഒരു കിഡിലൻ ഫീച്ചറാണ് എജുപോർട്ടിന്റെ സബ്ജക്ട് വൈസ് ക്ലബ്ബ്. ഇത് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് കിട്ടുക. സോ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനടി താഴെ കമന്റ് ബോക്സിൽ ഒരു ഫോം ഉണ്ടായിരിക്കും, അതിൽ ഉടനടി ക്ലിക്ക് ചെയ്യുക, പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. എടാ ഓണം എക്സാമിന്റെ സമയത്തുള്ളായിരുന്നു ഓഫർ ആയിരുന്നു, ഈ ഓഫർ നമ്മൾ 15 തീയതി വരെ കൂടി നീട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഞാൻ ഒറ്റൊരു കാര്യം മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ, ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൈസക്ക് 2999 രൂപ 2,999, ഈ 2,999 രൂപയ്ക്ക് നിങ്ങൾക്ക് വെറുത്തായിരിക്കും. A+ ഗ്യാരണ്ടിയാ. കാരണം ഓരോ പാഠവും ഒന്ന് ആലോചിച്ച് നോക്ക്, ഓരോ പാഠവും ഒരു 1.5 മണിക്കൂർ കൊണ്ടുള്ള വേണമെങ്കിൽ ഒറ്റ വീഡിയോ കാണാം, ആ പാഠം മുറിച്ചുള്ള ഹെഡിങ് കാണാം, ഏതെങ്കിലും ഒരു ഭാഗം മാത്രം കാണെങ്കിൽ ആ ഭാഗം കാണാം, പാഠം കഴിഞ്ഞ് സമ്മറി കഴിഞ്ഞ് വിലയിരുത്താം, ലെറ്റർ സ്റ്റാറ്റസ് ഉണ്ട്, അത് കഴിഞ്ഞ് എക്സ്ട്രാ പ്രോബ്ലംസ് ഉണ്ട്, എൻ്റെ പൊന്നുമക്കളെ 2 സെറ്റ് എക്സാം ഉണ്ട്, ഓരോ വീഡിയോക്കും താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മെന്റർഷിപ്പ് ഉണ്ട്, നിങ്ങളെ വിളിക്കാനുള്ള മെന്റർ ഉണ്ട്. ഓരോ മോഡൽ, ഓണം എക്സാം ആണെങ്കിൽ അതിന് മുമ്പ് മോഡൽ ഓണം എക്സാം, ക്രിസ്മസ് ആണെങ്കിൽ മോഡൽ ക്രിസ്മസ് എക്സാം, പബ്ലിക് ആണെങ്കിൽ മോഡൽ പബ്ലിക് എക്സാം, അതിനെല്ലാം പുറമെ ഡിസംബറിൽ പാഠം തീർക്കും ബേസ്ഡ് ഓൺ ന്യൂ സിലബസ്. സോ ഗൈസ്, ഈ വീഡിയോ കാണുന്ന ഒരുത്തൻ
ഇപ്പൊ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. ഈ ഓണം എക്സാമിൽ നിങ്ങളെ അവസ്ഥ എന്തും ആയിക്കോട്ടെ, ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. പഠിക്കാനുള്ളൊരു താല്പര്യം മാത്രം മതി. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം നമ്മൾ കമന്റ് ബോക്സിലുള്ള ആ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിന്റെ ആ ഒരു ഏർലി ബേർഡ് ഓഫറിനുള്ള ഒരു ലിങ്ക് ഉണ്ടായിരിക്കും ഫസ്റ്റ് തന്നെ. പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ അടുത്ത് ഇപ്പം പൈസ ഇല്ലാന്നുണ്ടെങ്കിലും ഡേറ്റ് ഇപ്പം കഴിയും, വേഗം ഒന്ന് രജിസ്റ്റർ ചെയ്ത് ഇടുക. എന്നിട്ട് പാരൻസിനോട് പറയാം, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞാൽ ഇതിന്റെ റേറ്റ് 4299 ആയിരിക്കും. സോ ഇപ്പോഴേ രജിസ്റ്റർ ചെയ്തിട്ടോ, പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തിട്ടോ വേഗം വരിക. ഓക്കെ, സോ ഗൈസ്, സീ യു ഇൻ ദി ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. ബൈ.